ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ ആയോ ഗൈസ്? ഞാനേ ഇന്ന് കുറച്ച് ലേറ്റായി പോയി എഴുന്നേൽക്കാൻ. ഉച്ച ആയെന്ന് തോന്നുന്നു ഗൈസ്. ചേച്ചി വന്ന് ലൈറ്റ് ഇട്ടപ്പോഴാണ് ഞാൻ ഉണർന്നത്. നല്ല മഴയും കാറ്റുമാണ് ഗൈസ്. അതുകൊണ്ട് ഞാനേ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് ഊണഴിക്കാനുള്ള സമയമായി കേട്ടാ. അങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഗൈസ്, നീ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി പോയിട്ട് വാ മക്കളെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം, എനിക്ക് നനയാനൊന്നും വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു അത് പറ്റത്തില്ല, നീ നാളെ ഒന്നും നിന്നെ തുറന്നു വിടൂല, വേണമെങ്കിൽ നീ ഇപ്പൊ പൊക്കോളണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പുറത്തോട്ടിറങ്ങി ഗൈസ്. പുറത്തോട്ടിറങ്ങിയപ്പോഴില്ലേ ഗൈസ്, നല്ല വെയിലും അടിപൊളി അന്തരീക്ഷവും കേട്ടാ. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ വെയിലൊക്കെ കൊണ്ടിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ്, ചേച്ചിയല്ലേ എന്നെ തുറന്നു വിട്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് ഓടിക്കളിച്ചിക്കത്തെ വരാമെന്ന്. ചേച്ചി പറഞ്ഞു മതിലിന്റെ വെളിയിൽ പോവരുതെന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോകുമെന്ന്. അങ്ങനെ ഞാൻ മതിലിന്റെ വെളിയിൽ ചാടി കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് പുല്ലുകളൊക്കെ തിന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പുല്ലുകളൊക്കെ ഞാൻ കഴിച്ചു. അതിനുശേഷം കുറച്ചപ്പുറത്തോട്ട് മാറി നിന്ന് കേട്ടാ ഗൈസ്. അപ്പോഴാണ് ചേച്ചി പറയണത്, തുറന്നു വിട്ടാൽ ഇതാണ് കുഴപ്പം, ഒരിടത്ത് അടങ്ങി നിൽക്കൂല. അങ്ങനെ കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട് ഗൈസ് അവിടെ നിന്ന്. എന്നിട്ട് താഴത്തോട്ടിൽ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ലക്കി ഇങ്ങോട്ട് എറിഞ്ഞ് ഓട്ടിക്കുക എന്നാ എന്റെ പുറത്ത് കളിമണ്ണൊക്കെ വീടൂല ഗൈസ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞ് ലക്കി മക്കൾ ഇഞ്ഞു വാന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ടും പോയില്ല എങ്ങോട്ടും പോയില്ല ഗൈസ്. ഞാൻ ഓടി മരത്തിന്റെ ഇടയിൽ കയറി കേട്ടാ. നോക്കിയാണ് ഞാൻ മരത്തിൻ്റെ ഇടയിൽ കയറിയത്. നല്ല രസം ഗൈസ്, മരത്തിലേക്ക് കയറാൻ എന്ത് രസം. ഞാൻ കയറി പോകണമെങ്കിൽ കണ്ടാ ഇപ്പം വീടാണ് ഗൈസ്. എന്നിട്ട് ഞാൻ മതിലിൻ്റെ ഇടയിലോട്ട് ചാടി. എന്നിട്ട് ഞാൻ വീട്ടിൻ്റെ അകത്ത് ചാടി. ഇപ്പൊ ചേച്ചി മതിലിൻ്റെ വെളിയിലുമായി, ഞാൻ വീട്ടിനകത്തുമായി. പിന്നെ ചേച്ചി ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് വന്നിട്ട് ഫുഡും എടുത്തുകൊണ്ട് വന്നതാണ്ടാ കാണിക്കുകയാണ്. ഇറങ്ങി വാ മക്കളെന്ന്. ഞാൻ നേരെ ഒരു കാറിൻ്റെ അടിയിൽ കിടന്നു ഗൈസ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കുറച്ചു നേരം കിടന്നോളാം, ചേച്ചി പൊക്കിയോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അതൊന്നും പറ്റില്ല മക്കൾ, ഓടി വാ, എനിക്ക് നിന്റെ പിറകെ നടക്കാൻ നേരമില്ല, എനിക്ക് കിച്ചണിൽ ഒരുപാട് വർക്കുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് അതിനെന്താ, ഞാൻ വേറെങ്ങും പോകുന്നില്ല, കാറിൻ്റെ അടിയിൽ തന്നെ കിടക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ദേഷ്യം വന്ന് കുപ്പി ഫുഡും കൂടെ അവിടെ ഇട്ടിട്ട് പോയി ഗൈസ് ചേച്ചി. ഗൈസ് അപ്പോഴാണ് മീൻ വണ്ടി വന്നത് കേട്ടാ. മീൻകാരൻ കുറേ മീനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഉടനെ എനിക്ക് നേരല്ല, ഞാൻ പോകണം, എനിക്ക് മീൻ വാങ്ങണം, കറി വെക്കണം, ഒരുപാട് ജോലികൾ ചെയ്യണം. ഞാൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞ്. ഞാൻ പിന്നെ മീൻ വണ്ടിയുടെ അടുത്തോട്ടൊന്നും പോയില്ല ഗൈസ്, ഇവിടെ തന്നെ കിടന്ന്. മീൻ വണ്ടിയുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോയി കൂട്ടിൻ്റെ അകത്തിടും, അതാണ് സ്വഭാവം. പിന്നെ മീനൊക്കെ വാങ്ങിച്ച് ചേച്ചി ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചിട്ട് വീണ്ടും വന്ന് കുപ്പിയുടെ അടപ്പിൽ കേട്ടാ, എന്നും തന്നെ പാത്രത്തിലല്ല, കുപ്പിയുടെ അടപ്പിൽ ഇച്ചിരി ഫുഡ്. പിന്നെ പാവമല്ലേ ചേച്ചിയെന്ന് വിചാരിച്ച് ഞാൻ പോയി ആ ഫുഡ് കഴിച്ചു ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടിലേക്ക് അങ്ങ് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.